ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാമീസ് ബോട്ടിക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചുരിദാർ സൈഡ് ഓപ്പണുള്ള ചുരിദാർ കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു. അതിന് ശേഷം സെക്കൻഡ് പാർട്ടായിട്ട് ഇതിൻ്റെ നെക്ക് സ്റ്റിച്ചിങ് ആണ്, നെക്ക് ഡിസൈനിങ്ങും അതുപോലൊരു പൈപ്പിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട്, ഞാൻ ലൈനിങ് ഉപയോഗിക്കാത്ത ചുരിദാറാണ് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നെക്കിന് വേണ്ടി ഞാൻ ഇതൊരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചുരിദാറിൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാ പീസ് വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ യൂസ് ചെയ്യാം. സെയിം ആയിട്ടുള്ള എന്തെങ്കിലും കളർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്കിനേക്കാൾ കുറച്ച് വീതിയുള്ള തുണിയായിരിക്കണം എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നെക്ക് ഒന്ന് നേരത്തെ പഴയതുപോലെ നമ്മൾ കട്ട് ചെയ്ത അതേ രൂപത്തിൽ തിരിച്ചിടുക. എന്നിട്ട് നമുക്ക് ഇതിൽ ആ നെക്കിൻ്റെ സൈസിനനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ ഞാൻ നെക്കിനെ നമ്മൾ വരച്ച പോലെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ പീസിന് വെച്ച് കൊടുക്കുക, അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നെക്കിൻ്റെ സൈസിലായിട്ട് ഒന്ന് വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഓൾറെഡി കട്ട് ചെയ്യാനൊക്കെ എക്സ്പെർട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വരക്കാതെ തന്നെ വേഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വരച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക, എങ്കിലേ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നെക്കിൻ്റെ സൈസൊക്കെ മാറിപ്പോവും. അപ്പോൾ തയ്ക്കണ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് നെക്കൊന്ന് ചോക്ക് വെച്ചിട്ട് നെക്കിൻ്റെ ആ ലെങ്ത്തും വിടുത്തൊക്കെ ശരിക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് വരിക. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കിനൊന്ന് മറിച്ചടിച്ച് കൊടുക്കുക. വളരെ നമ്മൾ റെഡിമെയ്ഡ് നെക്കിലൊക്കെ കുർത്തിയിലൊക്കെ നെക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ആയിരിക്കും, സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അതിന് ശേഷം നമുക്ക് ഇതിൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു 2 ഇഞ്ച് വീതി കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗത്തും ടേപ്പ് എടുക്കുക. ഇതിൽ 2 ഇഞ്ച് വീതി വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇനി 2 ഇഞ്ചിനേക്കാൾ വേണമെങ്കിൽ 2 ഇഞ്ച് മതി മാക്സിമം. അതിന് ഓവറായാലും അതും ഒരു അഭംഗിയായി തോന്നും. അപ്പോൾ അതുകൊണ്ട് 2 ഇഞ്ച് തന്നെ എടുക്കുക നല്ലത്. ഓക്കെ, അങ്ങനെ 2 ഇഞ്ച് എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ പറയുകയാണ്, നമുക്കതിൻ്റെ വക്കുകളൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം അടിവശത്തേക്ക്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് തയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതാണ് ബുദ്ധിമുട്ടാണ് ബിഗിനേഴ്സിനൊക്കെ, പ്രത്യേകിച്ചും സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അടി മടക്കി തയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓക്കെ, നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം ഉണ്ടല്ലോ, അതൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു 4 ഇഞ്ച് എടുത്തിട്ട് മാത്രം മടക്കി തയ്ച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് മടക്കി തയ്ച്ചെടുത്തിട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്താൽ ഒന്നും കൂടി വൃത്തിയായിട്ട് കിട്ടും. ഇനി നമ്മുടെ നെക്കിൻ്റെ ഭാഗം നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം എടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ നല്ല വശം, നമ്മൾ ചുരിദാർ ബിറ്റിൻ്റെ എടുത്ത നല്ല വശത്താണ് ഇത് വെക്കേണ്ടത്. ഇതിൻ്റെ നെക്കിൻ്റെ പീസിന് നല്ല വശവും ചുരിദാർ പീസിൻ്റെ നല്ല വശം എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 4 ഇഞ്ച് വീതിയിൽ അവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് ഒന്നും കൂടി തയ്ച്ചു കൊടുക്കുക. ഓക്കെ, തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരുപാട് വീതിയിലൊന്നും തയ്ച്ചു കൊടുക്കരുത്. ഒരു 4 ഇഞ്ച് മാത്രം വീതിയിൽ തയ്ച്ചു കൊടുക്കുക. പതുക്കെ, ഒരിക്കലും വലിച്ചുകൊണ്ട് നമ്മൾ തയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടും. പതുക്കെ തയ്ച്ചു കൊണ്ടുവരിക. ഓവൽ ഭാഗത്തൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ തയ്ച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബിഗിനേഴ്സൊക്കെ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ വളരെ ഈസി ആയിട്ടുള്ളൊരു നെക്കിൻ്റെ മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, മൊത്തമായിട്ട് തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് ചെറിയ കട്ടുകൾ കൊടുക്കണം. തയ്ച്ച ഭാഗത്ത് സ്റ്റിച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കണം, എങ്കിലേ അത് മറിച്ചിടുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് മറിച്ചിടാൻ കഴിയുള്ളൂ. ഓക്കെ, അതിന് ശേഷം നമുക്കിനി അതിനൊന്ന് തിരിച്ച് പിടിക്കുക. അതൊന്ന് നിവർത്തിയിട്ട് പിടിച്ചു കൊടുക്കുക കേട്ടോ. നിവർത്തി പിടിച്ചതിന് ശേഷം നമുക്കതിന് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
നഖം കൊണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കയ്യിൽ വന്ന ഭാഗം നമ്മൾ ഉപ്പ് വെച്ച പീസിൻ്റെ അതേ സെയിം ഭാഗത്താക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിഭാഗം ശ്രദ്ധിക്കുക, നമ്മൾ തയ്യൽ വന്ന ഭാഗം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത പീസിൻ്റെ ഭാഗത്താക്കി വെച്ചിട്ട് അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് നെക്കിൻ്റെ ഭാഗത്ത് മറിച്ചടിക്കുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേറെ ക്രോസ് പീസുകളൊക്കെ വെച്ച് തയ്ക്കുന്ന സമയത്ത് ഈ ട്രിക്കൊന്ന് ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇനി അതിൻ്റെ ഭാഗം ഒന്ന് ഉൾവശത്ത് വെച്ചിട്ട് അത് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പതിച്ചടി കൊടുക്കാം. നെക്കിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ട് വളരെ തുമ്പിലൂടെ നെക്കിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തൂടെ നെക്കിൻ്റെ ക്യാൻവാസൊക്കെ നമ്മളിപ്പോൾ വെച്ച പീസുകളൊക്കെ ഉണ്ടല്ലോ, ഫേസിങ് ഒക്കെ നമുക്ക് ഉള്ളിലോട്ട് നല്ല രീതിയിൽ മടക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ അയൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ക്ലിയർ ആയി കിട്ടുന്നതാണ്. അത് തയ്ച്ചെടുക്കുക, മൊത്തമായിട്ടും തയ്ച്ചെടുക്കുക. ശ്രദ്ധിക്കണം, തയ്ക്കണ സമയത്തൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് പതുക്കെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ കൊടുത്ത ഭാഗം ഉണ്ടല്ലോ അതൊന്ന് അവിടെ വെച്ചിട്ടും പതുക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇത് ഒരിക്കലും ലോങ് ഷോട്ടിലൊന്നും നമുക്ക് കാണില്ല. അപ്പോൾ അത്രയും വൃത്തിയായിട്ട് തന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗം കിട്ടുന്നതാണ്. റെഡിമെയ്ഡ് കുർത്തികളിലൊക്കെ ഇതുപോലെ തന്നെയാണ് അവർ തയ്ച്ചു വിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നെക്കിനെ ഇങ്ങനെ ഫിനിഷിങ് ചെയ്തെടുക്കാം. ലൈനിങ് വെക്കാത്ത ചുരിദാറിലാണ് ഈ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തയ്യലൊക്കെ കഴിഞ്ഞു, നെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായി. ഇനി നമുക്കിതിൽ പൈപ്പിങ് വെക്കേണ്ട രീതി കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് നെക്കിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് പൈപ്പിങ് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് പൈപ്പിങ് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ സെയിം കളറായിട്ടുള്ള ഒരു തുണി എടുക്കുക. തുണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തുണി നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരിക്കലും എടുക്കരുത്. കട്ട് ചെയ്യുമ്പോൾ ഒരു ക്രോസ് ആയിട്ട് തുണി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു യെല്ലോ കളർ പ്രിൻ്റ് ഉള്ള കാരണമാണ് യെല്ലോ കളർ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കാം. എപ്പോഴും ക്രോസ് ആക്കിയിട്ട് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ അതിലൊരു 1.25 ഇഞ്ചിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്യാം. പൈപ്പിംഗ് ചെയ്യുന്ന രീതികൾ പല വിധത്തിലുണ്ട്. പൈപ്പിംഗ് നൂല് ഉപയോഗിച്ച് ചെയ്യാം, അല്ലാതെ തുണിയെ തന്നെ മടക്കി എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പൈപ്പിംഗ് നൂലൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് എങ്ങനെ പൈപ്പിംഗ് ചെയ്യാമെന്നുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പൈപ്പിംഗ് തുണിയെ നമ്മൾ അതിനെ പകുതിയാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്ത് അത് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. ശ്രദ്ധിക്കുക, നെക്കിൻ്റെ നല്ല വശത്താണ് ഈ പൈപ്പിംഗ് തുണിയെ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കുക. മൊത്തമായിട്ടും തയ്ച്ചു കൊടുക്കുക കേട്ടോ. തയ്ച്ചു കൊടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും വലിച്ചു പിടിക്കരുത്. അപ്പോൾ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അതിന് ശേഷം നമുക്ക് അതൊന്ന് മറിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ തയ്യൽ വന്ന ഭാഗം കണ്ടല്ലോ, ഇത് ഉൾവശത്തേക്ക് ആക്കിയിട്ട് നമുക്കിതിന് തിരിച്ച് ഒരു നഖം കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് നമുക്ക് എത്രയാണോ പൈപ്പിംഗ് വേണ്ടത് അതിൻ്റെ വീതിക്കനുസരിച്ച് നമുക്ക് അതിന് താഴ് വശത്തേക്ക് മടക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ആക്കാം. ഇത്ര വീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ആക്കാം. അല്ലെങ്കിൽ അതിന് കുറഞ്ഞ വീതിയിലുള്ള പൈപ്പിംഗ് ആണ് ഏറ്റവും ഭംഗി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 ഇഞ്ച് വീതിയിലുള്ള പൈപ്പിംഗ് താഴ്ഭാഗത്തേക്ക് അത് മടക്കി കൊടുക്കുക. 1/4 ഇഞ്ച് ആക്കിയിട്ട് ഫ്രൂട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, യെല്ലോ കളറിൻ്റെ ക്ലോത്തിൽ നമ്മൾ ഒരിക്കലും തയ്യൽ വീഴാൻ പാടില്ല. ബ്ലാക്ക് വശത്തൂടെയാണ് തയ്ക്കേണ്ടത്. അപ്പോൾ അത് ഉൾവശത്തേക്കാക്കി മടക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഒരിക്കലും ആ യെല്ലോ കളറിൻ്റെ ഭാഗത്ത് തയ്യൽ വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ മൊത്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം.
നമ്മളെ പൈപ്പിംഗ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉൾവശം നോക്കൂ, അതും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് തൊയ്യിലൊന്നും പുറത്തേക്ക് കാണുന്നില്ല. അതോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്ലീവ് ഡിസൈനാണ് ചെയ്യുന്നത്. തീർച്ചയായും കാണാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.